സുരേഷ്, എന്തുകൊണ്ടാണ് ഈ പാമ്പുകൾ വീട്ടിലേക്ക് കയറി വരുന്നത്? ചൂട് കൂടിയതുകൊണ്ടാണ് പാമ്പുകൾ വീടുകളിലേക്ക് വരുന്നത് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പാമ്പ് കടിയേറ്റ് പലരും മരിക്കുന്നു. പാമ്പ് കടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ ഉള്ളവരുടെ എണ്ണം കൂടി വരികയാണ്. എന്തുകൊണ്ടാണ് ഈ പ്രതിഭാസം? നല്ല ചോദ്യമാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, മലയാളികൾ എവിടെയുണ്ടെങ്കിലും അവരെല്ലാം ഭയത്തിലാണ്. അവിടെ മക്കൾ നാട്ടിലുണ്ടെങ്കിൽ, അമ്മമാർ വിദേശത്തുണ്ടെങ്കിൽ അവർ ടെൻഷനിലാണ്. അതിനൊക്കെ കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പാമ്പ് നമ്മുടെ ചരിത്രത്തിലില്ലാത്ത, എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 36 ഡിഗ്രി ചൂടാണ് പറയുന്നത്. പക്ഷേ 37 ഡിഗ്രിയൊക്കെ ഇതിന് മുന്നേ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഇത്ര പാമ്പ് കടികളില്ലായിരുന്നു, അന്നത്തെ മരണങ്ങളില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ യാത്രയ്ക്ക് എനിക്കൊരു 30 വർഷത്തിന് മേളിൽ, ഞാൻ കറക്റ്റ് അതിനേക്കാൾ മേപ്പോട്ടുണ്ട്, പക്ഷേ അതൊന്നും പറഞ്ഞത് 25 വർഷത്തിന് മേളിലോട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഈ കേരളത്തിൽ എല്ലാ ജില്ലകളും 14 ജില്ലകളും സഞ്ചരിച്ചിട്ടുണ്ട്. പാമ്പിനെ പിടിക്കാനായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി ഇങ്ങനെയുള്ള ജില്ലകളിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കാണാത്ത അത്രയും പാമ്പുകൾ ഇപ്പോൾ കാണുന്നു. ഒരു 4 വർഷത്തിന് ഇപ്പം കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആരൊക്കെയാണ് പാമ്പിനെ പിടിക്കുന്ന ഒരു കൃത്യമായിട്ടൊരു കണക്കുകളില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ പാമ്പുകളെ എന്താ പറയുക, നമ്മുടെ തിരുവനന്തപുരം സിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ ഇത്രയും വർഷത്തിനിടയിൽ വലിയ മൂർഖൻ പാമ്പുകളെ കാണുന്നില്ലായിരുന്നു. ഇപ്പോൾ അടുത്തൊരു 2-3 വർഷത്തെ ഗ്യാപ്പിൽ വലിയ വലിയ പാമ്പുകളെ കാണുന്നു. ഇത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ള ഒരു കണക്കുകളൊന്നും നമുക്കില്ല, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. പിന്നെ നമ്മൾ തന്നെയാണ് നമ്മുടെ ബിരിയാണി നമ്മുടെ വീട്ടിലേക്ക് വെച്ചിട്ട് നമ്മൾ പാമ്പുകളെ വീട്ടിലേക്ക് ആകർഷിക്കുന്നു. അതിന് യാതൊരു സംശയമില്ല. കാരണം ഇപ്പോൾ ഏകദേശം 2 ലക്ഷത്തോളം വീടുകളിൽ സഞ്ചരിച്ചു, പാമ്പിനെ പിടിക്കാനായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അറിയുന്നത്, പല വീട്ടിലും ചെല്ലുമ്പോൾ വീട്ടിൻ്റെ മുന്നിൽ നല്ല ചെടിയെ സ്നേഹിക്കുന്ന നമ്മൾ ധാരാളം ചെടി വളർത്തും, ചെടിച്ചട്ടികൾ അടുത്തടുത്ത് വെക്കുന്നു. അത് പാമ്പുകൾ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അതേപോലെ ഇഷ്ടികയൊക്കെ അടുക്കി പൊക്കത്തിൽ വെച്ചിട്ട് വെക്കുന്നു. അപ്പോൾ അവർക്ക് ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ ഈ പന്തലിച്ച് നിൽക്കുന്ന ചെടികൾ വളർത്തുന്നു, അപ്പോൾ അവർക്ക് ഇരിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പിന്നെ ചൂട് കൂടുമ്പോൾ പാമ്പുകൾ ആദ്യമായിട്ടുള്ള നമ്മളെ നാട്ടിലേക്ക് വരുന്നത്, ഇതിപ്പോൾ ധാരാളമായിട്ട് വരുന്നു. ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ കൂടുതലായിട്ട് വീട്ടിലേക്ക് വരാനുള്ള കാരണം, നമ്മളെല്ലാവരും എന്താ പറയുക, ഇപ്പോൾ മൃഗസ്നേഹികളാണ്, പക്ഷി സ്നേഹികളാണ്, തെരുവ് പൂച്ചയും നായൊക്കെ സ്നേഹിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വേനലാകുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തോ പറമ്പിലോ ഒക്കെ നമ്മൾ തെരുവ് നായ്ക്കൾക്ക് കുടിക്കാനും പൂച്ചയ്ക്ക് കുടിക്കാനും പക്ഷികൾ കുടിക്കാനൊക്കെ വെള്ളം വെക്കാറുണ്ട് താഴെ. അപ്പോൾ ചൂട് ഈ നവംബർ, ഡിസംബർ, ജനുവരി ഇണചേർന്ന് കഴിഞ്ഞ് മുട്ട വിരിഞ്ഞ് മാർച്ച്, ഏപ്രിൽ ആകുമ്പോൾ മുട്ട വിരിഞ്ഞ് ഇറങ്ങുന്ന പാമ്പുകൾക്ക്, അതിഥികൾക്ക് വെള്ളം അനിവാര്യമാണ്, ഫുഡ് അനിവാര്യമാണ്. അപ്പോൾ ഒരു ഭക്ഷണം തേടി വരുന്ന സമയത്ത് വെള്ളം തേടി നമ്മുടെ പറമ്പിലേക്ക് വരുമ്പോൾ അവർക്ക് ചെടിത്തോട്ടത്തിലൊക്കെ ഇഷ്ടംപോലെ വെള്ളം കിട്ടാറുണ്ട്. അപ്പോൾ കുടിച്ചതിന് ശേഷം അടുത്തുള്ള മാളത്തിലോ അല്ലെങ്കിൽ ചെടിയിലൊക്കെ പതുങ്ങിയിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചവിട്ടി കടി കിട്ടുന്നു. പക്ഷേ ഇപ്പോൾ ചവിട്ടിയല്ല കിട്ടുന്നത്, വീട്ടിനകത്താണ് കടിയിട്ട് മരിക്കും. ഇപ്പോൾ നമ്മൾ ചെറിയെങ്കിൽ ഒരു മോന് വീട്ടിനകത്ത് കിടന്നുറങ്ങി, ഞാൻ ആ വീട് 2 ദിവസം മുമ്പേ സന്ദർശിച്ചിരുന്നു. വീട്ടിനകത്ത് സേഫ് അല്ലായിരുന്നു, വീട്ടിനകത്ത് കിടന്നുറങ്ങിയ സമയത്ത് കാലിക്കടിയിട്ടാണ് മോൻ മരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ വീട്ടിനകത്ത് താഴെ ഇപ്പോൾ വേനലാകുമ്പോൾ സുരേഷ്, ഒരു സംശയം ചോദിച്ചോട്ടെ. സാധാരണ പറയാറുണ്ട്, അതായത് പാമ്പിനെ ഉപദ്രവിച്ചാലേ പാമ്പ് കടിക്കൂ എന്ന്. ഇപ്പോൾ ഈ ഉറങ്ങിക്കിടക്കുന്ന കുട്ടി പാമ്പ് കടിയേറ്റ് മരിക്കുന്നു, അതെങ്ങനെയാണ് സംഭവിച്ചത്? നല്ല ചോദ്യമാണ് സാറിൻ്റെ. ആ ചോദ്യം കണക്ട് ചെയ്ത് ഞാൻ വരാം. അപ്പോൾ ഇവരെല്ലാം താഴെ കിടന്നുറങ്ങി, 2 മക്കളും താഴെയാണ് കിടന്നുറങ്ങി. വേനലാകുമ്പോൾ താഴെ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നത്, തറയിൽ നിങ്ങൾ ചൂട് കൂടുമ്പോൾ തറയിൽ കിടക്കരുത്. അപ്പോൾ പാമ്പുകൾ ഭക്ഷണം തേടി വരുന്ന സമയത്ത്, ഇപ്പോൾ ഈ മോൻ താഴെ കിടന്നുറങ്ങുന്ന സമയത്ത് വീടിൻ്റെ സേഫ് അല്ലായിരുന്നു. വീട് ഒരു അടിയിലൊക്കെ ഹോളുണ്ടായിരുന്നു. ആ ഹോളിൽ കൂടെ അകത്തേക്ക് എലിയെ പിടിക്കാനായിട്ട് വന്നതാണ്. എലി അങ്ങ് ചാടിപ്പോയ സമയത്ത് എലി ചിലപ്പോൾ ഈ മോൻ്റെ കാലിൽ ചാടിയിരിക്കാം, അല്ലെങ്കിൽ മോൻ്റെ കാലിൽ നാഗം കൊണ്ടിരിക്കാം. അപ്പോൾ മോൻ കാല് അനക്കിയിരിക്കാം. അനക്കിയ സമയത്ത് അത് പെട്ടെന്ന് അത് ആ എലിയാണെന്ന് തെറ്റിദ്ധരിച്ചായിരിക്കും ആ കടിച്ചിരിക്കുന്നത്. ഒരു പല്ല് അതിൽ താന്നിട്ടുള്ളായിരുന്നു, കാലിൽ ഒരു പല്ല് നന്നായിട്ട് താന്നിട്ടുള്ളൂ, ഒരു പല്ല് സൈഡിൽ കൊണ്ടിട്ടുള്ളൂ. അങ്ങനെ ആയിരിക്കാം അത് കടി കിട്ടാനുള്ള സാധ്യത കൂടുതൽ. ഇപ്പോൾ തൃശ്ശൂരാണെന്നാൽ പോലും നമ്മൾ തൃശ്ശൂരത്തെ സംഭവത്തിൽ ഈ ശങ്കുരൻ പാമ്പുകൾ കൂടുതൽ വീട്ടിനകത്തേക്ക് വരാൻ കാരണം, നമ്മൾ വീട്ടിനകത്ത് അവരുടെ ഫുഡ് വെക്കുന്നു. അവരുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചുവർ പാമ്പ് എന്നറിയപ്പെടുന്ന, ഇംഗ്ലീഷിൽ വൂൾഫ് സ്നേക്ക് എന്നറിയപ്പെടുന്ന പാമ്പാണ് ശങ്കുരൻ പാമ്പിൻ്റെ മെയിനായിട്ടുള്ള ഫുഡ്, മെയിനായിട്ടുള്ള ഭക്ഷണം. ഈ ഈ ചുവർ പാമ്പുകൾ സാധാരണ കാണുക നമ്മുടെ വീട്ടിനകത്ത്, കിച്ചൺ കബോർഡിനകത്ത്, ബാത്റൂമിൻ്റെ ഡോറിൻ്റെ ഗ്യാപ്പിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവർ ഈ ചുവർ പാമ്പിനെ തേടി വീട്ടിനകത്ത് വരുന്ന സമയത്താണ് ഈ മോന് താഴെ കിടന്നുറങ്ങിയത്. എഴഞ്ഞു പോയ സമയത്ത് പെട്ടെന്നൊരു അനക്കോറ്റ കണ്ട് ബെഡ്ഷീറ്റിൻ്റെ അടിയിലോ തലങ്ങളിലോ കയറിയിരിക്കാം. അങ്ങനെ മോന് കിടന്ന സമയത്തായിരിക്കാം, വേദനിച്ച സമയത്തായിരിക്കാം ഈ കടി കിട്ടാനുള്ള സാധ്യത കൂടുതൽ. അല്ലാതെ ഒരിക്കലും പുറത്ത് നമ്മളെല്ലാം അകത്തേക്ക് ഭക്ഷണം തേടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വേണ്ടുന്ന സേഫ്റ്റി മെഷർ, ഇപ്പോൾ നമ്മൾ ഡോറിൻ്റെ അടിയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുക, അതൊന്നും ചെയ്യുന്നില്ല. പല വീട്ടിലും അതിഥിയെ പിടിക്കാൻ ചെല്ലുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതിനോട് കാരണം, നമ്മൾ കിടക്കുന്ന സമയത്ത് കട്ടിൽ ഒരിക്കലും ജനലിനോട് ചേർത്തിടാൻ പാടില്ല. നമ്മൾ തുറന്നു വെക്കുന്ന ജനലാണെങ്കിൽ ആ ജനലിനോട് ചേർത്ത് ഒരിക്കലും കട്ടിലിടരുത്. ഒരു 10 ഇഞ്ചെങ്കിലും ഗ്യാപ്പ് ഇട്ട് ഇടാൻ പാടുള്ളൂ. പിന്നെ വീട്ടിനകത്ത് വെക്കുന്ന അലമാര ഇങ്ങനെ സാധനങ്ങൾ ചെവരോട് ചേർത്ത് വെക്കരുത്. അപ്പോൾ എന്തെങ്കിലും എഴഞ്ഞു വരുന്ന സാധനങ്ങൾ ഈ ചെവരോട് ചേർന്നിരിക്കുമ്പോൾ അതിനുള്ളിൽ പതുങ്ങിയിരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഗ്യാപ്പ് ഇല്ലാതിരിക്കുമ്പോൾ കയറി വരുന്ന സമയത്തിന് തിരിച്ചത് ഇറങ്ങി പോകുന്നവർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ജനൽ വെച്ചിട്ട് ജനലിൻ്റെ പുറത്ത്
എല്ലാവരും ഈ വിറക് ഇതൊക്കെ വെച്ച് അടുക്കി വെക്കുന്നു. വിറക് നമ്മളിപ്പോൾ എല്ലാവരും വന്ന് ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്, വീട്ടിൽ വിറവില്ലാന്ന്. ഞാൻ പോകുന്ന 99% വീട്ടിലും ജനലിനോട് ചേർന്നാണ് വിറവ് അടുക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ കോഴിക്കോടാണെന്നുള്ള ഒരു മോള് കഴിഞ്ഞ ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചത്. ജനലിൻ്റെ പുറത്ത് വിറവ് വെച്ചിട്ട് ആ വിറവിൽ കൂടി വന്ന പാമ്പ് ജനലിനകത്ത് കയറി മോള് കട്ടിൽ കിടന്നിറങ്ങിയ മോളെ കടിച്ചിട്ടാണ് മോള് മരിച്ചത്. ഇപ്പോൾ പാറശാലൊരു മോൻ മരിച്ചത് ഇതുപോലെ ജനലിനോട് ചേർന്ന് കട്ടിലിട്ടു, ആ വിറവ് വെളിയിൽ വെച്ചിട്ട് വിറവിൽ കൂടെ കയറി വന്ന മോനെ കടിച്ച് ഉറക്കത്തിൽ മരണപ്പെട്ടത്. അപ്പോൾ നമ്മൾ വീട്ടിനകത്തേക്ക് പാമ്പുകൾ വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതാണ് കൂടുതൽ നമ്മളെ പാമ്പുകൾ നമ്മുടെ വീടിനകത്തേക്ക് വരുന്നത്. പിന്നെ നമുക്കറിയാം, ഇന്ന് വീടുകളിൽ മക്കളൊക്കെ വിദേശത്താണ്, വയസ്സായ അമ്മയും അപ്പനും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ 50 സെൻറ്റ് പറമ്പുണ്ടെങ്കിൽ അതൊന്നും അവർ വൃത്തിയാക്കാറില്ല. അപ്പോൾ ഒരു മൂർക്കൻ പാമ്പ് മുട്ടയിട്ട് 30-40 മുട്ടകളുണ്ടാവും. ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പണ്ടൊക്കെ എല്ലാ വർഷവും ഈ ചൂടാകുമ്പോൾ കാരണവന്മാർ പറമ്പ് വൃത്തിയാക്കാറുണ്ട്. ഇപ്പോൾ അങ്ങനെ നടക്കാറില്ല. അപ്പോൾ പാമ്പുകൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പകലാണെങ്കിൽ ചക്രപക്ഷി എന്നറിയപ്പെടുന്ന ഉപ്പൻ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ പകൽ ഈ ഉപ്പൻ പറന്നു വരുമ്പോൾ കുഞ്ഞുങ്ങൾ നേരെ ചപ്പിനിടയ്ക്ക് ഒളിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നു. രാത്രിയാണെങ്കിൽ മൂങ്ങ പറന്നു വരുന്നു. അപ്പോൾ മൂങ്ങ എടുക്കാൻ വരുമ്പോൾ ചപ്പിനകത്ത് ഒളിക്കുന്നു. അപ്പോൾ ഇവർക്കൊക്കെ പ്രജനനം നടത്താനും കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ പകുതി നശിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോൾ അത് കൂടി പുഷ്ടിയോടി ഭക്ഷണം കഴിച്ച് നമ്മുടെ നാട്ടിൽ വളരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും പാമ്പുകളുടെ എണ്ണം വർദ്ധിക്കാൻ സാഹചര്യം കൂടുതലാണ്. പിന്നെ വീട്ടിനകത്ത് വരാൻ കാരണം ഭക്ഷണം തേടി മാത്രമേ പാമ്പുകൾ വീട്ടിനകത്തേക്ക് വരാറുള്ളൂ. പിന്നെ ചൂട് കൂടുമ്പോൾ സന്ധ്യയാകുമ്പോൾ നമ്മുടെ അമ്മമാർ വീട്ടിൻ്റെ മുന്നിലത്തെയും പിന്നെ ഡോറൊക്കെ തുറന്നിട്ടിട്ട് പുറത്തൊക്കെ ഒന്ന് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ കൂടെ വരുന്ന പാമ്പുകൾ അതിൻ്റെ അടിയിലേക്ക് കഴിഞ്ഞ് കയറി വീട്ടിനകത്ത് വെക്കുന്ന സാധനങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കും, രാത്രിയിൽ കടിയിട്ട. പിന്നെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. ഒന്ന്, കിച്ചനകത്ത് നമ്മുടെ കബോർഡിൻ്റെ അടിയിൽ കൂടെ ഒരു സിങ്കിൻ്റെ കണക്ഷൻ പോകും. സിങ്കിൻ്റെ കണക്ഷൻ പോകുമ്പോൾ ഒരു പൈപ്പിങ് നോക്കി അതിനകത്തായിരിക്കും വേസ്റ്റ് കൊണ്ട് ഇറക്കുന്നത്. അപ്പോൾ ഈ വേസ്റ്റ് അടുത്ത പറമ്പിലേക്കാണ് പോകുന്നത്, തെങ്ങിൻ്റെ മുകളിൽ. ആ തെങ്ങിൻ്റെ മുട്ടിൽ കൂടെ കയറി വന്ന അതിലേക്ക് നമ്മുടെ വീടിനകത്ത് നിന്ന് ഇറങ്ങാനും നമ്മൾ രാത്രിയൊക്കെ ലൈറ്റില്ലാതെ സഞ്ചരിക്കുമ്പോൾ ചവിട്ടാനും നമ്മൾ തറയിക്കണം ഇറങ്ങുമ്പോൾ കടി കിട്ടാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളത് നിർബന്ധമായിട്ട് അത് സീൽ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ബാത്റൂമിൻ്റെ അങ്ങനെ വേസ്റ്റ് വെള്ളം പോകുന്നുണ്ട്, അത് സീൽ ചെയ്യണം. പിന്നെ വാഷിംഗ് മെഷീൻ്റെ വെള്ളം പോകാനായിട്ട് നിങ്ങൾ വെച്ചിട്ടുണ്ട്, അതും ഇതുപോലെ ഇതൊരു മെത്തേഡ്. ഇങ്ങനെ കയറി വരും ഇതുവരെയൊക്കെ നമ്മുടെ വീടിനകത്തേക്ക് പാമ്പുകൾ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ ഏറ്റവും അനിവാര്യമായിട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ പാമ്പ് പിടിച്ച് പറയുന്നത് പാമ്പുകൾ ശങ്കുരയും വള്ളിപ്പടർപ്പ് കൂടെ കയറിയുന്നു. ഒരു ശങ്കുരൻ പാമ്പ് ഇന്ന് വരെ എൻ്റെ യാത്രയ്ക്ക് വള്ളി കൂടെ കയറുന്നില്ല. ഇപ്പോൾ ചെടി വളർത്തുന്നൊരു നമ്മൾ പാവലും പടവലും ഒക്കെ വളർത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ വീട്ടിൻ്റെ ഷെൻസൈഡിൻ്റെ ക്ലാമ്പിലേക്ക് പടരാൻ അനുവദിക്കരുത്. അടുത്ത മരങ്ങളിലേക്ക് നിങ്ങൾ കെട്ടിക്കൊള്ളു. അറിയാലോ, നമ്മൾ കയറി കൂടെയൊക്കെ പാമ്പുകൾ പോകുന്നത് നമ്മൾ കണ്ടു. മൂർക്കൻ പാമ്പുകളെ പോലുള്ള അതിഥികളൊക്കെ നമ്മുടെ മച്ചിൽ കയറുന്നതും അതൊക്കെ ഇതുപോലെ വള്ളിയിൽ കൂടെ കയറി പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക്. അല്ല സുരേഷ്, ഈ ചുമരിലൂടെ 2ാം നിലയിലേക്കൊക്കെ പാമ്പുകൾക്ക് കയറാൻ പറ്റുമോ? ചുമരിൽ കൂടെ ഒരിക്കലും പാമ്പുകൾ കയറി പോകാൻ സാധ്യതയില്ല. പിന്നെ വള്ളിപ്പടവുകൾ പടർന്നു കയറി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ചേരയും അങ്ങനെ സാധനങ്ങൾ മേളിലേക്ക് കയറി പോകണം. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഈ കൊറോണ സമയത്ത് കോട്ടയം ജില്ലയിൽ 14ാമത്തെ ജില്ലയിൽ നിന്ന് ചുവർപ്പാമ്പിനെ കിട്ടി. 14ാമത്തെ നിലയിൽ ഫ്ലാറ്റിൽ അത് ഗ്യാസ് കുറ്റിയിൽ കൂടെ കയറി പോയിട്ടാണ്. ഗ്യാസിൻ്റെ കുറ്റിക്ക് അടിയിലിരുന്നിട്ടാണ് അത് മേളിലെത്തിയത്. അവർ കണ്ടിട്ടുണ്ടായിരുന്നു ഗ്യാസിൻ്റെ കുറ്റി. പിന്നെ അവർ പെട്ടെന്ന് എടുത്ത് മാറ്റിയപ്പോൾ കബോർഡിനകത്ത് കയറി പിന്നെ അത് ചോറിൻ്റെ തടി വെച്ചിരുന്ന തടിയുടെ ഇടയിലേക്കും കയറി. അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് അതികളെത്തും. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒന്ന് സൈഡ് ചരിച്ച് വെച്ചൊക്കെ ഒന്ന് നോക്കുക. ഇപ്പോൾ നമ്മളൊരു കാർട്ടൂൺ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു, അതൊക്കെ ഒന്ന് നോക്കുക. അതുപോലെ നമ്മൾ പുതിയ ഷൂ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കടയിൽ നിന്ന് ഷൂ വാങ്ങിക്കുമ്പോൾ ഒരെണ്ണമേ നമ്മൾ കാലിട്ട് നോക്കാറുള്ളൂ, മറ്റതിട്ട് നോക്കാറില്ല. ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും സാധനമുണ്ട്, അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അവിടെ ഇറങ്ങാം. ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ വാഹനങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ അണലി പ്രസവിച്ച് ഇപ്പോൾ അടുത്ത മാസം പകുതിയാകുമ്പോൾ എല്ലാം പ്രസവിച്ച് കഴിയുമ്പോൾ മൂർക്കൻ പാമ്പ് മുട്ട വിരിഞ്ഞ ശേഷം പകുതിയോളം കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്തൊക്കെ ഇവർ വിരിയുന്ന സമയത്ത് നമ്മൾ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് അതിനകത്ത് കയറിയിരിക്കാൻ നമ്മൾ വീട്ടിൽ. പിന്നെ ഈ ഒരു കഴിഞ്ഞ മാസം എൻ്റെ ജീവിതത്തിൽ 7 വാഹനങ്ങൾ, തിരുവനന്തപുരം ജില്ലയിൽ 7 കൊച്ചു കുട്ടികൾ കളിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് 7 വെടിയിരുന്ന വാഹനം പൊളിച്ച് എനിക്ക് പാമ്പിനെ എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. കാരണം കുട്ടികളുടെ കളിക്കോപ്പൊക്കെ വെളിയിൽ കിടക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ സന്ധ്യയാകുമ്പോഴത്ത് വീട്ടിനകത്ത് അതേപടി കൊണ്ട് വെക്കരുത്. കുട്ടികൾ സൈക്കിൾ ചവിട്ടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എടുത്തുകൊണ്ട് അതങ്ങ് വെക്കുക. അറിയാലോ, നമുക്ക് കോഴിക്കോട് ഒരു 2.5 വയസ്സുള്ള മോന് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം സൈക്കിളിൻ്റെ ഹാൻഡിലിരുന്ന് മലബാർ പിറ്റ് വൈപ്പർ എന്നുള്ള ഒരു അണലി വർഗത്തിൽപ്പെട്ട പാമ്പ് കടിച്ചിട്ട് മോൻ മരണപ്പെട്ടു. കടിച്ചോണ്ടേ മോൻ പറഞ്ഞ അമ്മ പാമ്പ് കടിച്ചപ്പോൾ അവരത്ര കാര്യമാക്കില്ല, ചുമ്മാ പറഞ്ഞിരിക്കും. എന്തായാലും മോന് പിറ്റേന്ന് രാവിലെ മോൻ മരണപ്പെട്ടു. ഇങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ യാത്രയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളതെന്നുള്ള.